ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഫിസിക്സ് സബ്ജക്റ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 8ാമത്തെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. അതെല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ആ യൂണിറ്റിന് ശേഷം നമ്മൾ ഇന്ന് ഇവിടെ 9ാമത്തെ യൂണിറ്റ് ആയ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ 2 പാർട്ടായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മൊത്തം വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇലക്ട്രോലിസിസ് എന്താണ്, then Faraday's law of electrolysis, solenoids, electromagnets, electromagnetic induction, then generators നെ കുറിച്ച്, അതായത് AC and DC generators, transmission of AC, then self induction, mutual induction, transformer കുറിച്ച്, അതുപോലെ മൂവിംഗ് കോയിൽ, മൈക്രോഫോൺസ്, ലൗഡ് സ്പീക്കർ എന്നിങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ടോപ്പിക്സ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്സും നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇൻഡക്ഷന്റെ ഭാഗം, അതായത് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ആ ഒരു ഭാഗം, അതുപോലെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്, പിന്നെ ജനറേറ്റർ, ട്രാൻസ്ഫോമേഴ്സിന്റെ പ്രിൻസിപ്പിൾ, മൂവിംഗ് കോയിൽ, മൈക്രോഫോൺസിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ നമുക്ക് വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോലിസിസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഇലക്ട്രോലിസിസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇലക്ട്രോലിസിസ് ഇസ് എ പ്രോസസ് ഓഫ് ഡീകമ്പോസിംഗ് അയോണിക് കോമ്പൗണ്ട്സ് into their elements by passing a direct electric current through the compound in a fluid form. Okay, അപ്പൊ എന്താണ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്? It is the decomposition of ionic compound into their elements by the passage of electric current. അല്ലെ, ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഡീകമ്പോസിഷൻ ആണ്. റൈറ്റ്, എപ്പോഴാണ് ഈ ഒരു ഡീകമ്പോസിഷൻ നടക്കുന്നത്? when electricity is passed through it. Okay, electricity pass ചെയ്യുന്ന സമയത്ത് അയോണിക് കോമ്പൗണ്ട്സ് ഡീകമ്പോസ് ചെയ്ത് അവരുടെ ഇലമെന്റ്സ് ആയിട്ട് മാറും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോലിസിസിൽ എന്തൊക്കെയാണ് മെയിൻ കമ്പോണൻസ് എന്ന് നോക്കാം. ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ആൻഡ് സം ഫോം ഓഫ് എക്സ്റ്റേണൽ പവർ സോഴ്സും ഉണ്ടാവും. അല്ലെ, now what is electrolyte? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിന്റെ മോൾട്ടൺ അല്ലെങ്കിൽ അതിന്റെ എക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസ്. ഓക്കെ, അങ്ങനെയുള്ള സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. അതായത് മോൾട്ടൺ അല്ലെങ്കിൽ അതിന്റെ എക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സബ്സ്റ്റൻസിലൂടെ, അതായത് ഇലക്ട്രോലൈറ്റിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് എന്താണ് സംഭവിക്കുക? അയോൺസ് ആയിട്ട് കൺവേർട്ട് ആവും. അല്ലെ, നമ്മൾ പറഞ്ഞു ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ അയോൺസ് ആയിട്ട് മാറിയിട്ടുള്ള ഈ അയോൺസിന് പിന്നെ എന്താ സംഭവിക്കുക? അവിടെ റിഡോക്സ് റിയാക്ഷൻ നടക്കും. അല്ലെ, നമുക്കറിയാം റിഡോക്സ് റിയാക്ഷൻ എന്താന്നുള്ളത്. അപ്പൊ അവിടെ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കും. ഓക്കെ, എന്നിട്ട് അത് ആറ്റം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ആനോഡ് അല്ലെങ്കിൽ കാത്തോഡില് നമുക്കറിയാം ആനോഡ് ഉണ്ട്, കാത്തോഡ് ഉണ്ട്. ആനോഡിലോ അല്ലെങ്കിൽ കാത്തോഡിലോ ഈ ഒരു സബ്സ്റ്റൻസ് എന്താവും? ഡെപ്പോസിറ്റ് ആകും. റൈറ്റ്, ഇനി അത് ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിലോ നമുക്ക് കിട്ടുന്നത് അത് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡീകമ്പോസിഷൻ ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് into their elements by passing a direct electric current through the compound in a fluid form. Okay, then electrolyte എന്താണ് എന്നും കൂടെ അറിഞ്ഞിരിക്കാം. Now ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്ന എന്തിനാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. They are used mainly to keep the products from diffusing near the opposite electrode. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ചില കേസ് അത് ഓപ്ഷണൽ ആണ്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അഡീഷണലി നമുക്ക് ഒരു പാർട്ടീഷൻ ആണ് ആക്ച്വലി. ഓക്കെ, ഒരു അയോൺ എക്സ്ചേഞ്ച് മെമ്പറൈൻ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു സോൾട്ട് ബ്രിഡ്ജും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോലിസിസ് എന്താണെന്നും അതുപോലെ ഇലക്ട്രോലൈറ്റ് എന്താണെന്നും ഒന്ന് മനസ്സിലാക്കാം. ഇത് നോക്കുക, ഇലക്ട്രോലിറ്റിക് പ്രോസസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, നോക്കാം. There is an interchange of ions and atom due to the addition or removal of electrons from the external circuit. On passing current, cations move to the cathode, take electrons from the cathode and is discharged into neutral atom. The neutral atom, if solid, is deposited on the cathode
and if gas, it move upwards. This is a reduction process and the cation is reduced at the cathode. അപ്പം റിഡക്ഷൻ പ്രോസസ് എവിടെയാണ് നടക്കുന്നത്? കാത്തോഡിലാണ് റിഡക്ഷൻ പ്രോസസ് നടക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് കാറ്റയോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? കാത്തോഡിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാണ്. കാത്തോഡിൽ നിന്നും ഇലക്ട്രോൺസ് അവർ എടുത്തതിന് ശേഷം അവരൊരു ന്യൂട്രൽ ആറ്റം ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ആൻഡ് ഈ കിട്ടിയിരിക്കുന്ന ന്യൂട്രൽ ആറ്റം സോളിഡ് ആണെങ്കിൽ അത് കാത്തോഡിൽ ഡെപ്പോസിറ്റ് ആവും. ആൻഡ് ഇഫ് ഗ്യാസ് ആണെങ്കിലോ ഇറ്റ് വിൽ മൂവ് അപ്വേർഡ്സ്. അത് അപ്വേർഡ്സ് ആയിട്ട് മൂവ് ചെയ്യും, ഗ്യാസ് ആണ് കിട്ടുന്നതെങ്കിൽ. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രോസസ് നമ്മൾ പറയുന്നത് റിഡക്ഷൻ പ്രോസസ് ആണ്. ആൻഡ് ഈ റിഡക്ഷൻ പ്രോസസ് എവിടെയാണ് നടക്കുന്നത്? കാത്തോഡിലാണ് നടക്കുന്നത്. ആൻഡ് റിഡക്ഷൻ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലെ. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തുകൊണ്ട് അവരൊരു ന്യൂട്രൽ ആറ്റം ആയിട്ട് കൺവേർട്ട് ആവും. എവിടെ? കാത്തോഡിൽ. റൈറ്റ്. ഇനി ആ കിട്ടിയിരിക്കുന്ന ആറ്റം സോളിഡ് ആണെങ്കിൽ അത് കാത്തോഡിൽ ഡെപ്പോസിറ്റ് ആവും. ഇനി അല്ല, അത് ഗ്യാസ് ആണെങ്കിൽ ഇറ്റ് വിൽ മൂവ് അപ്വേർഡ്. ഓക്കെ, അതായത് ഗ്യാസ് ആണെങ്കിൽ അത് ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യും. Now, at the same time, anions give up their extra electrons to the anode and is oxidized to neutral atom at the anode. അപ്പൊ ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ആനോഡിൽ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ആനോഡ് അല്ലെങ്കിൽ ആനയോൺസ് ആനോഡിലേക്ക് പോയിട്ട് എന്ത് സംഭവിക്കുക? അവരുടെ ഇലക്ട്രോൺസ് അവര് ലൂസ് ചെയ്യൂ അല്ലെ. ഗിവ് അപ്പ് ദിയർ എക്സ്ട്രാ ഇലക്ട്രോൺസ് ടു ആനോഡ്. ആനോഡിന് ഇലക്ട്രോൺസ് ലൂസ് ചെയ്തതിന് ശേഷം അവര് ന്യൂട്രൽ ആറ്റം ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും ആലോചിച്ച് വെക്കുക. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്കെ, അതായത് ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ദെൻ കാത്തോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്, ദാറ്റ് ഇസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഈ രണ്ട് പോയിന്റ്സും ഓർത്തിരിക്കാം. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് അവിടെ ഒരു സൈമൾട്ടേനിയസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. റൈറ്റ്, സൈമൾട്ടേനിയസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത് ആനോഡിലും റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നത് കാത്തോഡിലും ആണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് NaCl സൊല്യൂഷൻ ആണ്. ഓക്കെ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? സോഡിയം അയോണ് കാത്തോഡിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് അവിടുന്ന് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തിട്ട് സോഡിയം ആറ്റം ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മൾ ഇതാണ് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ഒരു ആനോഡും ഒരു കാത്തോഡും. നമ്മൾ മോൾട്ടൺ NaCl വെച്ചു, ഒരു എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ബാറ്ററി നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? NaCl എന്താ സംഭവിക്കുക? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് സോഡിയം അയൺ എങ്ങോട്ട് പോകും? കാത്തോഡിലേക്ക് പോകും. കാത്തോഡിലേക്ക് പോയിട്ട് ഇലക്ട്രോൺസ് കാത്തോഡിൽ നിന്നും ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തതിന് ശേഷം സോഡിയം ആറ്റം ആയിട്ട് മാറും. എവിടെ? കാത്തോഡിൽ. ഇവിടെ കാണുന്നില്ലേ Na+, ഇലക്ട്രോലൈറ്റിലുള്ള Na+ ആണ്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും കാത്തോഡിൽ നിന്ന്, എന്നിട്ട് അത് സോഡിയം ആറ്റം ആയിട്ട് കാത്തോഡിൽ ഡെപ്പോസിറ്റ് ആവും. ഓക്കെ, now what about chlorine? Chlorine മൈനസ് എന്താ ചെയ്യുന്നത്? അവിടെ ഇലക്ട്രോൺ ലൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. എവിടെ നിന്ന്? ആനോഡിലേക്ക് ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് അവർ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് സെൽ പൊട്ടൻഷ്യൽ എന്താണ് ആൻഡ് വോൾട്ടാമീറ്റർ എന്താണ് എന്നുള്ളതാണ്. എന്താണ് സെൽ പൊട്ടൻഷ്യൽ? സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആനോഡും കാത്തോഡും തമ്മിലുള്ള അവരുടെ ഇടയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ മിനിമം വോൾട്ടേജ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാത്തോഡ് ഓഫ് ആൻ ഇലക്ട്രോളിറ്റിക് സെൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ അഥവാ നമ്മൾ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ വോൾട്ടേജ് എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് സെൽ പൊട്ടൻഷ്യൽ. ഇനി എന്താണ് വോൾട്ടാമീറ്റർ എന്ന് നോക്കാം. വോൾട്ടാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ആണ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഇലക്ട്രിക് ചാർജ് ത്രൂ ഇലക്ട്രോളിറ്റിക് ആക്ഷൻ. അതായത് ഒരു ഇലക്ട്രോളിറ്റിക് ആക്ഷനിൽ എത്രത്തോളം ചാർജ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ആണ് വോൾട്ടാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് വോൾട്ട്മീറ്റർ ആയിട്ട് കൺഫ്യൂസ് ആവരുത്. വോൾട്ട് മീറ്റർ എന്താന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് വോൾട്ടാമീറ്റർ ആണ്. എത്രമാത്രം ഇലക്ട്രിക് ചാർജ് ഒരു ഇലക്ട്രോളിറ്റിക് ആക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്തു എന്നറിയാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സിൽവർ വോൾട്ടാമീറ്റർ ആണ്, ഓർത്തിരിക്കുക.
Then വേറൊരു കാര്യം, ഹോഫ്മാൻ വോൾട്ടാമീറ്റർ പറഞ്ഞൊരു അപ്പാരത്തസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഹോഫ്മാൻ വോൾട്ടാമീറ്റർ? ഈ ഒരു അപ്പാരത്തസ് എന്ന് പറയുന്നത് നമ്മൾ വാട്ടറിന്റെ ഇലക്ട്രോളിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പാരത്തസ് ആണ് ഹോഫ്മാൻ വോൾട്ടാമീറ്റർ. അപ്പൊ ആ പേര് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നമ്മളെ ഈ ഒരു സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് വിചാരിക്കും. അപ്പൊ അതും കൺഫ്യൂസ് ആയി പോവരുത്. ഹോഫ്മാൻ വോൾട്ടാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അപ്പാരത്തസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോലൈസിങ് വാട്ടർ. വാട്ടറിന്റെ ഇലക്ട്രോളിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരത്തസ് ആണ് ഹോഫ്മാൻ വോൾട്ടാമീറ്റർ. അതും നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി സെൽ പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ വോൾട്ടാമീറ്റർ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഓക്കെ, അപ്പൊ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് രണ്ട് ലോ ആയിട്ടാണ് ഫാരഡേ ഈ ഒരു ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് ലോ എന്താ നോക്കാം. It states that during electrolysis, the amount of chemical reaction which occurs at any electrode under the influence of electrical energy is proportional to the quantity of electricity passed through the electrolyte. Okay, എന്താണ് പറയുന്നത്? Amount of chemical reaction that occurs at any electrode. ഇലക്ട്രോഡിൽ നടക്കുന്ന amount of chemical reaction എന്ന് പറയുന്നതിന് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്? It is proportional to the quantity of electricity passed through electrolyte. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ ഒരു സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ആവോ അല്ലെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ അത് ലിബറേറ്റഡ് ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇലക്ട്രോഡിൽ. അപ്പൊ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആവുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ആവുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് ചാർജ് പാസ്ഡ് ത്രൂ ഇറ്റ്. അതായത് ഇപ്പൊ മോർ ചാർജ് ആണ് പാസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ മോർ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ആവും. ഓക്കെ, ഇനി ലെസ് ചാർജ് ആണെങ്കിലോ ലെസ് സബ്സ്റ്റൻസ് ആയിരിക്കും അവിടെ ഡെപ്പോസിറ്റ് ആവാം. ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് എം പ്രൊപ്പോർഷണൽ ടു ക്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ആണ് ആൻഡ് ക്യൂ ഇസ് ദി ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസ്ഡ് ഇൻ കുളംബ്. ഓക്കെ, നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആൻഡ് ആ ഒരു കോൺസ്റ്റന്റിനെയാണ് നമ്മൾ Z എന്ന് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, സോ എം ഇസ് ഈക്വൽ ടു ZQ എന്ന് നമുക്ക് കിട്ടി. ആൻഡ് ഈ Z നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വിവാലന്റ്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ Z നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ ഇക്വിവാലന്റ്. ഓക്കെ, നിങ്ങൾക്ക് തൊട്ട അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ കാണുന്നുണ്ടാവും, അതായത് എം ഇസ് ഈക്വൽ ടു ZIT. എങ്ങനെയാണ് അത് കിട്ടിയത്? നമുക്കറിയാം കറന്റ് I ഇസ് ഈക്വൽ ടു എന്താണ്? Q by T ആണ് അല്ലെ, അതായത് ചാർജ് ബൈ ടൈം ആണ്. സോ വാട്ട് അബൌട്ട് Q? Q എന്തായി? I into T എന്ന് നമുക്ക് കിട്ടും. ആ ക്യൂവിന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് IT എന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം, പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ M is equal to ZIT എന്ന് കിട്ടി. സോ ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇനി ഫാരഡേയുടെ സെക്കൻഡ് ലോ നമുക്ക് നോക്കാം. ഫാരഡേ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് when the same quantity of electricity passes through the electrolytic solution, a number of different substances liberated are proportional to their chemical equivalent weights. എന്താണ് പറയുന്നത്? നമ്മൾ ഒരു ഇലക്ട്രോളിസിസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, രണ്ട് സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ് രണ്ടിലേക്കും. അപ്പോൾ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ഫാരഡേ സെക്കൻഡ് ലോ, number of different substances liberated are proportional to their chemical equivalent weights. Okay, അതായത് സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്തത്, നമ്പർ ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്? അവരുടെ കെമിക്കൽ ഇക്വിവാലന്റ് വെയ്റ്റ്സിനോട് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. AgNO3 CuCO4 ഇലക്ട്രോളിസിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി രണ്ടിലേക്കും പാസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫാരഡേ ലോ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? M1 M2 is equal to E2 by E1 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ഈ എന്ന് പറയുന്നതാണ് ഇക്വിവാലന്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് ദിസ് ഇക്വിവാലന്റ് വെയിറ്റ്? ഇക്വിവാലന്റ് വെയിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? It is defined as the ratio of the molecular weight of the solute to the valency of the solute. Okay, molecular അല്ലെങ്കിൽ atomic mass divided by valency factor ആണ് equivalent mass അല്ലെങ്കിൽ equivalent weight എന്ന് പറയുന്നത്. Okay, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ equivalent weight നമുക്ക് ആസിഡിന്റെ ബേസിന്റെ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കുക, ഇക്വിവാലന്റ് മാസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ വാലൻസി ഫാക്ടർ ആണ് ഇക്വിവാലന്റ് മാസിന്റെ ഫോർമുല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇക്വിവാലന്റ് മാസ് ഓഫ് ആൻ ആസിഡ് എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ഓഫ് ദി ആസിഡ് ഡിവൈഡ് ബൈ ബേസിസിറ്റി. ഓക്കെ, നമ്മൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യുക, പഠിക്കുക. ഓക്കെ,
So equivalent mass of acid എന്ന് പറയുന്നത് എന്താണ്? Molecular mass of the acid divided by basicity. Okay. Now equivalent mass of a base എന്ന് പറയുന്നത് എന്താണ്? Molecular mass of the base divided by acidity. Okay. Now equivalent mass of a salt like sodium chloride അങ്ങനത്തെ salt ഉണ്ടാവില്ലേ, അതിന്റെ equivalent mass എങ്ങനെയാ കണ്ടുപിടിക്കാം? It is equal to molecular mass of the salt divided by total positive valency of metal atom. ഓർത്തിരിക്കുക. Okay. അപ്പോൾ equivalent mass of a salt എന്താണ്? Molecular mass of the salt divided by total positive valency of metal atom. ഇത്രയും equations നിങ്ങൾ by heart ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നമുക്ക് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് മെറ്റൽ ഇൻ സോൾട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിന്റെ ഇക്വാലന്റ് വെയിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ അലൂമിനിയം സോൾട്സ് എടുക്കുകയാണ് കേട്ടോ. അലൂമിനിയം സോൾട്സിന്റെ കേസ് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സോൾട്ടിന്റെ കേസിൽ ഈ വാലൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? വാലൻസി ഫാക്ടർ ഇറ്റ് ഈസ് ദ ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഓൺ ദി പോസിറ്റീവ് അയോൺ. പോസിറ്റീവ് അയോണിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട് അതിന്റെ ഒരു ടോട്ടൽ ആണ് നമ്മൾ മെറ്റൽസിന്റെ കേസിൽ വാലൻസി ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് അലൂമിനിയം ക്ലോറൈഡ് സോൾട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. അലൂമിനിയം ക്ലോറൈഡിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്ത് നമുക്ക് എങ്ങനെയാ കിട്ടുക? അലൂമിനിയം 3+ പ്ലസ് 3 ക്ലോറിൻ മൈനസ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജസ് എത്രയാണ്? നമ്മൾ അലൂമിനിയം കാറ്റയോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പോസിറ്റീവ് അയോൺ ആണ്, കാറ്റയോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അലൂമിനിയത്തിൽ എത്ര ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്? 3 അല്ലെ, പ്ലസ് 3 ആണ്. സോ 3 റൈറ്റ്. സോ വാലൻസി ഫാക്ടർ എന്താന്ന് കിട്ടി? 3 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? മോളിക്കുലർ വെയിറ്റ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ് എന്നുള്ളത് 133.34 gram per mole ആണ്. അപ്പൊ ഇക്വാലന്റ് വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 133.34 divided by 3 which is equal to 44.44. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ഈ അലൂമിനിയം ക്ലോറൈഡ് നമ്മൾ ഡീകമ്പോസ് ചെയ്ത് എഴുതുന്നു. അതിൽ പോസിറ്റീവ് അയോണിൽ എത്ര എന്താ പറയാ ചാർജസ്, ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് നോക്കുക. ഇവിടെ എന്താണ്? അലൂമിനിയത്തിൽ +3 ആയിരുന്നു. ദാറ്റ് ഇസ് 3 ആണ് നമുക്ക് വാലൻസി ഫാക്ടർ കിട്ടിയത്. പിന്നെ മോളിക്കുലർ വെയിറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഡിവൈഡഡ് ബൈ ആ കിട്ടിയിരിക്കുന്ന വാലൻസി ഫാക്ടർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇക്വിവാലന്റ് വെയിറ്റ് കിട്ടി. ക്ലിയർ? വളരെ സിമ്പിൾ ആണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇനി അതുപോലെ നമുക്ക് സിൽവർ കാർബോണേറ്റ് നോക്കാം. സിൽവർ കാർബോണേറ്റ് സോൾട്ട് ഇതുപോലെ നമ്മൾ ഡീകമ്പോസ് ചെയ്യുക. Ag2CO3 നമ്മൾ ഡീകമ്പോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2Ag+ പ്ലസ് CO3 3- എന്ന് കിട്ടി അല്ലെ. ഇവിടെ എത്ര നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഉണ്ട്? പ്ലസ് ആണ്, പക്ഷെ ഇവിടെ 2 Ag ഉണ്ട്. സോ എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലെ. സോ ടോട്ടൽ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ വാലൻസി ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ മോളിക്കുലർ വെയിറ്റ് അറിയാമെങ്കിൽ ദാറ്റ് ഇസ് 275.75 ആണ്. സോ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വാലന്റ് വെയിറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ സോൾട്ടിന്റെ കേസിൽ എന്ത് ചെയ്യേണ്ടത്? ഇക്വാലന്റ് വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ആസിഡ്സിന്റെ കേസ് നോക്കാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. അപ്പൊ HCl നമ്മൾ ഇതുപോലെ ഡീകമ്പോസ് ചെയ്തി H++ Cl- എന്ന് കിട്ടി. അപ്പൊ ബേസിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എത്ര ഹൈഡ്രജൻ അയോൺ അല്ലെ, എത്ര ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ റിലീസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എന്തായിട്ട് ബേസിസിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ആണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? 1 ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കേസിൽ നമുക്ക് ഒറ്റ ഹൈഡ്രജൻ അയണെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ എഴുതിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ ഹൈഡ്രജൻ ആണ്. അപ്പൊ അവിടെ വാലൻസി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായത് ഇവിടെ ബേസിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ആസിഡിന്റെ കേസിൽ വാലൻസി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ബേസിസിറ്റി ആണ് അല്ലെ. അപ്പൊ നമുക്ക് വാലൻസി ഫാക്ടർ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ദെൻ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എത്രയാണ്? 36.45. സോ ഡിവൈഡഡ് ബൈ 1 അഗെയിൻ 36.45 ആണ് നമുക്ക് ഇക്വാലന്റ് വെയിറ്റ് കിട്ടുക. ക്ലിയർ? നൗ ഇനി ബേസിന്റെ കാര്യം നോക്കാം. ബേസിസിൽ എങ്ങനെയാ നോക്കൂ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എടുക്കാം. ഓക്കെ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഇതുപോലെ എഴുതുന്ന സമയത്ത് എന്ത് കിട്ടി? അലൂമിനിയം 3+ പ്ലസ് 3 OH- ആണ്. ബേസിന്റെ കാര്യത്തിൽ നമുക്ക് വാലൻസി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? എസിഡിറ്റി ആണ് അല്ലെ. എസിഡിറ്റി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എസിഡിറ്റി പറഞ്ഞാൽ എന്താണ്? എത്ര ഹൈഡ്രോക്സൈഡ് അയോൺസ് റിലീസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ എത്ര ഹൈഡ്രോക്സൈഡ് അയോൺസ് അതായത് OH- അയോൺസ് എത്ര റിലീസ് ചെയ്യാൻ പറ്റും? 3 എണ്ണം റിലീസ് ചെയ്യാൻ പറ്റൂ അല്ലെ. അപ്പൊ ഇവിടെ എസിഡിറ്റി പറയുന്നത് എത്രയാണ്? 3. അതായത് വാലൻസി ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണ് നമുക്ക് കിട്ടി. നൗ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 78 ആണ്. സോ 78/3 നമുക്ക് 26 കിട്ടും ഇക്വാലന്റ് വെയിറ്റ്. ഓക്കെ, സോ ക്ലിയർ? അപ്പൊ നിങ്ങൾ ഇത്രമാത്രം ഓർത്തിരിക്കുക, ആ ഒരു ഫോർമുല ആലോചിച്ച് വെക്കുക. ഞാൻ ചെയ്യേണ്ട മെത്തേഡും ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ചിലപ്പോൾ എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വളരെ സിമ്പിൾ അല്ലേ.
നമ്മൾ ജസ്റ്റ് ആ ഡീകമ്പോസ് ചെയ്ത് അങ്ങോട്ട് എഴുതിയാൽ മതി, എന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ബേസിസിറ്റി ആസിഡിന്റെ കേസിലാണെങ്കിൽ ബേസിസിറ്റി എടുക്കുക, ബേസിസിന്റെ കേസിലാണെങ്കിൽ എസിഡിറ്റി എടുക്കുക, ദെൻ മെറ്റൽ സോൾട്ട് ആണെങ്കിൽ അവിടെ ആ ടോട്ടൽ പോസിറ്റീവ് വാലൻസി ഓഫ് മെറ്റൽ ആറ്റംസ് ആണ് അവിടെ വാലൻസി ഫാക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മോളിക്യുലർ വെയിറ്റും അറിയെങ്കിൽ നമുക്ക് ഇക്വിവാലന്റ് വെയിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നോക്കാം ഫാരഡേ. എന്താണ് ഒരു ഫാരഡേ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഫാരഡേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ട്രാൻസ്പോർട്ട് ത്രൂ ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസിൽ കൂടെ എത്രമാത്രം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു എന്നത് പറയുന്ന ഒരു ക്വാണ്ടിറ്റി. ഓക്കെ, അതാണ് ഫാരഡേ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് ചാർജിന്റെ ഒരു യൂണിറ്റ് ആണ് ഫാരഡേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, or we can say electric charge. Okay, it is used to study electrochemical reaction പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. and it is equal to the amount of electric charge. Okay, it is equal to the amount of electric charge നോട് equal ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. the Faraday is equivalent to the 1 mole and it is known as Avogadro constant. Okay, അതായത് 1 Faraday എന്ന് പറയുന്നത് it is equal to charge of 1 mole of electron. Okay, 1 mole of electronന്റെ ചാർജിനോട് ഈക്വൽ ആണ് 1 Faraday എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം 1 മോൾ എന്ന് പറയുന്നത് എത്രയാണ്? അവഗാദ്രോ നമ്പർ ആണ്, Na ആണ് അല്ലെ, ഇൻടു ചാർജ് ഓഫ് ഇലക്ട്രോൺ. സോ അവഗാദ്രോ നമ്പർ എത്രയാണ്? 6.022 ഇൻടു 10 raised to 23. Then charge of electron എന്ന് പറയുന്നത് 1.6 into 10 raised to -19. So this will be equal to 96,500 coulomb എന്നായിരിക്കും കിട്ടുക. ഓർത്തിരിക്കണം. So 1 Faraday is equal to 96,500 coulombs ആണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അവഗാദ്രോ നമ്പർ എത്രയാണ്, ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്, മാസ് എത്രയാന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് തരില്ല ഇതൊന്നും, അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് ഇതും ഒന്ന് ഓർത്തിരിക്കുക. 1 Faraday is equal to 96,500 coulombs എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ആണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്? ആസ് നെയിം സജസ്റ്റ്, നെയിം പറയുന്ന പോലെ തന്നെ ഇലക്ട്രിക് എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെൽസ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കെമിക്കൽ റിയാക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയുള്ള സെൽസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. ഇപ്പൊ റിഡോക്സ് റിയാക്ഷൻസ് എന്താ പറയുക, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആക്കുക. ഓക്കെ, അതാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓക്സിഡേഷൻ റിയാക്ഷനും ഉണ്ടാവും, ഒരു റിഡക്ഷൻ റിയാക്ഷനും ഉണ്ടാവും. നമുക്കറിയാം റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ റിയാക്ഷനും ഉണ്ടാവും, റിഡോക്സ് റിയാക്ഷനും ഉണ്ടാവും, നമുക്കറിയാം അല്ലെ. Cells capable of generating an electric current from the chemical reactions occurring in them are called as galvanic cells or voltaic cells. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ല് രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഗാൽവനിക് ഓർ വോൾട്ടേക് സെല്ലാണ്, അടുത്തത് ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടേക് സെൽ എന്ന് പറയുന്നത് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ ഗാൽവനിക് അല്ലെങ്കിൽ വോൾട്ടേക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവിടെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കറന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവരുടെ ഉള്ളിൽ തന്നെ റിഡോക്സ് റിയാക്ഷൻ നടക്കും, എന്നിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഗാൽവനിക് അല്ലെങ്കിൽ വോൾട്ടേക് സെൽ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് കറന്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, alternatively the cells which cause chemical reactions to occur in them when an electric current is passed through them are called electrolytic cells. അതായത് ഇലക്ട്രോലിറ്റിക് സെൽസിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള സെൽസിനെയാണ്, അതായത് അവിടെ ഒരു സോഴ്സ് ഓഫ് കറന്റ് ആവശ്യമാണ്, അങ്ങനെയുള്ള സെൽസിനെയാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനോട്, അതായത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഹാഫ് സെൽ എന്താന്നുള്ളത്. സെൽ പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി നോക്കിയ കാര്യമാണ്. നമുക്ക് ഹാഫ് സെൽ എന്താന്ന് നോക്കാം. ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഹാഫ് സെൽ ആണ്. ഓക്കെ, 2 ഹാഫ് സെൽസിനെ കൊണ്ടാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഇലക്ട്രോഡ് വിച്ച് ഇസ് ഡിപ്ഡ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അതായത് ഓരോ ഹാഫ് സെല്ലിലും ഒരു ഇലക്ട്രോഡ് ഉണ്ടാവും. ആ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇലക്ട്രോലൈറ്റ് എന്താന്ന് നമുക്കറിയാം അല്ലെ. സെയിം ഇലക്ട്രോലൈറ്റ് ആണ്, നമ്മൾ 2 ഹാഫ് സെൽസിൽ നമുക്ക് സെയിം ഇലക്ട്രോലൈറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും.
ആൻഡ് ഈ ഒരു ഹാഫ് സെല്ല് നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇലക്ട്രോളിസിസ് പ്രോസസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് നമുക്ക് വേണമെങ്കിൽ വെക്കാം എന്നുള്ളത്. സോ ഇവിടെ ഇലക്ട്രോ കെമിക്കൽ സെൽ എങ്ങനെയാ വെച്ചാൽ രണ്ട് ഹാഫ് സെൽസ് ഉണ്ട് അല്ലെ, രണ്ട് ഹാഫ് സെൽസ് ഉണ്ട്. ആ രണ്ട് ഹാഫ് സെൽ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ഈ സോൾട്ട് ബ്രിഡ്ജ് എന്തിനാണ്? It provides the platform for ionic contact between them without allowing them to mix with each other. ഒരു ionic contact കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതും എങ്ങനെയാണ്? മിക്സ് ആവാൻ അവരെ സമ്മതിക്കണമില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ സോൾട്ട് ബ്രിഡ്ജിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഫിൽട്ടർ പേപ്പർ ദാറ്റ് ഇസ് ഡിപ്ഡ് ഇൻ പൊട്ടാസ്യം നൈട്രേറ്റ് ഓർ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഒരു ഫിൽട്ടർ പേപ്പർ പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷനിലോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലോ ഡിപ്പ് ചെയ്ത ഒരു ഫിൽട്ടർ പേപ്പർ ആണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. Okay, then one of the half cells of the electrochemical cell loses electrons due to oxidation and the other gain electron in a reduction process. അപ്പൊ നമുക്കറിയാം രണ്ട് ഹാഫ് സെൽ ഉണ്ട് പറഞ്ഞു. ഒരു ഹാഫ് സെൽ എന്താണ് നടക്കുക? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നടക്കുക, അതായത് അവിടെ ഇലക്ട്രോൺ ലൂസ് ആവാണ് ചെയ്യുന്നത്. ആൻഡ് അതർ ഹാഫ് സെല്ല് ഇലക്ട്രോൺസ് ഗെയിൻ ആവുന്നു, അതായത് അവിടെ റിഡക്ഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. ഓക്കെ, it can be noted that an equilibrium reaction occurs in both the half cells, and once the equilibrium is reached, the net voltage becomes zero and the cell stops producing electricity. അപ്പോൾ equilibriumത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് വോൾട്ടേജ് അവിടെ സീറോ ആവും ആൻഡ് സെൽ സ്റ്റോപ്സ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. അവിടെ എന്താ നടക്കുന്നത്? റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ഉണ്ടാവും, ഒരു റിഡക്ഷൻ റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നതിന് രണ്ട് ഹാഫ് സെൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒരു ഹാഫ് സെല്ലിൽ എന്താണ് ഓക്സിഡേഷൻ നടക്കും, മറ്റേ ഹാഫ് സെല്ലിൽ റിഡക്ഷൻ നടക്കും. ആൻഡ് ഈ ഒരു രണ്ട് ഹാഫ് സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ്. ഒരു അയോണിക് കോണ്ടാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഒരു സോൾട്ട് ബ്രിഡ്ജിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഫിൽട്ടർ പേപ്പർ പൊട്ടാസ്യം നൈട്രേറ്റിലോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിലോ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫിൽട്ടർ പേപ്പർ ഈ ഒരു സോൾട്ട് ബ്രിഡ്ജിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? നെറ്റ് വോൾട്ടേജ് സീറോ ആവും ആൻഡ് അങ്ങനെ സെല്ല് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, വോൾട്ടേക് അല്ലെങ്കിൽ ഗാൽവനിക് സെല്ല്, പിന്നെ ഇലക്ട്രോളിറ്റിക് സെല്ല്. അതിൽ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള സെല്ലാണ്, അതായത് അവിടെ സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു കറന്റ് അവിടെ ആവശ്യമില്ല, അവരുടെ ഉള്ളിൽ തന്നെ റിയാക്ഷൻസ് നടക്കും, അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗാൽവനിക് സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല്. ഇലക്ട്രോളിറ്റിക് സെല്ലാണെങ്കിൽ എങ്ങനെയാണ്? അവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് കറന്റ് ആവശ്യമാണ്. ഓക്കെ, അങ്ങനത്തെ സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഗാൽവനിക് സെൽ ആൻഡ് ഇലക്ട്രോലൈറ്റ് സെൽ. അപ്പൊ ഈ കാണിച്ചിട്ടുള്ളത് ഒരു ഗാൽവനിക് സെല്ലാണ്, ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ എക്സാമ്പിൾ മീൻസ് ഫിഗറും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് നോക്കാം. ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. ഓക്കെ, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എവിടെ? ഗാൽവനിക് സെല്ലിൽ. ഇലക്ട്രോളിറ്റിക് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, അവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആവശ്യമുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഗാൽവനിക് സെല്ലിൽ ആനോഡ് ഇസ് നെഗറ്റീവ്, ആനോഡ് നെഗറ്റീവ് ആണ്. ഓക്കെ, ആൻഡ് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് ഇസ് പോസിറ്റീവ്, ഓർത്തിരിക്കണം. ആൻഡ് ഗാൽവനിക് സെല്ലിൽ കാത്തോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കാത്തോഡ് ഇസ് നെഗറ്റീവ്. മാറിപ്പോവരുത്. ഗാൽവനിക് സെല്ല് എന്ന് പറഞ്ഞാൽ ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവും ആണ്. ആൻഡ് ഇലക്ട്രോളിറ്റിക് സെല്ലിലോ ആനോഡ് പോസിറ്റീവും കാത്തോഡ് നെഗറ്റീവും ആണ്. ഓർത്തിരിക്കുക, ഇപ്പം തന്നെ എഴുതി വെക്കാം. ദെൻ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ എക്സ്റ്റേണൽ കറന്റ് ആവശ്യമില്ല അല്ലെ, അവരുടെ ഉള്ളിൽ തന്നെ റിയാക്ഷൻസ് നടക്കും നമ്മൾ പറഞ്ഞു. സോ അവിടെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നൗ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എങ്ങനെയാണ്? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഇലക്ട്രോലൈറ്റ് സെല്ലിൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ഒന്നും ആവശ്യമില്ല. ഏതിന്? ഗാൽവനിക് സെല്ലിന്. പക്ഷെ ഇലക്ട്രോലൈറ്റ് സെല്ലിന് എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് വേണം. ഓക്കെ, നമുക്കൊന്ന് കോളായിട്ട് എഴുതി നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ ഇവിടെ കോളം രീതിയിൽ ഒന്ന് എഴുതിയേ ഉള്ളൂ, ഒന്നും കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ,
Electrolytic cell ആകുമ്പോൾ electrical energy is transformed into chemical energy. Then redox reaction that takes place in these cells are spontaneous. ഓർത്തിരിക്കുക, ഇവിടെ non spontaneous ആണ്. Then electrochemical cellൽ ഇവിടെ anode negatively charged ഉം cathode എന്ന് പറയുന്നത് positively charged ഉം ആണ്. Electrolytic cellൽ anode positive ഉം negatively charged cathode ഉം ആണ് ഉണ്ടാവുക. Okay. Now galvanic cell electrons originated from the species that undergoes oxidation. Now ഇവിടെ electrolytic cell എങ്ങനെയാണ് electrons originated from an external source. ഇവിടെ നമ്മൾ പറഞ്ഞ external source ആവശ്യമില്ല, ഇവിടെ external source ആവശ്യമുണ്ട്. അപ്പോൾ electrons originate ചെയ്യുക ആ ഒരു external source നിന്നാണ് electrons originate ചെയ്യുന്നത്. Okay. ഇത്രയും points നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതുക കേട്ടോ. ഞാൻ പറയുമ്പോൾ തന്നെ എഴുതി പോവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അത് എഴുതാനും പറ്റും, അങ്ങനെ പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാവും. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് സോളിനോയിഡ്സ്. അഗെയിൻ വിച്ച് ഇസ് വെരി ഫെമിലിയർ ടോപ്പിക് ആണ് സോളിനോയിഡ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് സോളിനോയിഡ്സ് എന്ന് പറയുന്നത്? ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സിനെ നമ്മൾ ഒരു സിലിണ്ടറിന്റെ ഫോമിൽ എന്താ ചെയ്യുക, വൈൻഡ് ചെയ്ത് റാപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുക. A coil of many circular turns of insulated copper wire wrapped closely in the shape of a cylinder is called a solenoid. Okay. Now, when current flows in the solenoid, then each turn can be regarded as conducting circular loop. അപ്പൊ കറന്റ് ഒരു സോളിനോയിഡിലൂടെ കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതൊരു കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ. നമുക്കറിയാം ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് ബിഹേവ് ചെയ്യും, ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലേറ്റഡ് കോപ്പർ വയറിനെ ഒരു ലോങ് സിലിണ്ടറിന്റെ ഫോമിൽ റാപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുക. ദെൻ സോളിനോയിഡിൽ നമ്മൾ കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ്? ഒരു കറന്റ് ക്യാരിങ് സോളിനോയിഡ് is equivalent അല്ലെങ്കിൽ it will behave as a bar magnet. ബാർ മാഗ്നറ്റ് ആയിട്ട് അത് ബിഹേവ് ചെയ്യും. അതായത് അതിനൊരു നോർത്ത് പോളും ഉണ്ടാവും ആൻഡ് എന്തുണ്ടാവും, ഒരു സൗത്ത് പോളും ഉണ്ടാവും. ഒരു എൻഡ് നോർത്ത് പോൾ ആയിട്ട് മാറും ആൻഡ് മറ്റേ എൻഡ് സൗത്ത് പോൾ ആയിട്ട് മാറും. ഓക്കെ. നൗ the pattern of the field is similar to magnetic field around a bar magnet. One end of solenoid has a magnetic north pole while the other behaves as the south pole. The field lines inside the solenoid are in the form of parallel straight lines and very close to each other. This indicates that the magnetic field is same at all points inside the solenoid. That is, the field is uniform inside the solenoid. Simple ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്ര മാത്രം ഓർത്ത് വെക്കുക, സോളിനോയിഡിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഓക്കെ. അപ്പൊ സോളിനോയിഡ് എന്താണെന്ന് മനസ്സിലാക്കുക, സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു മനസ്സിലാക്കുക. ആൻഡ് സോളിനോയിഡിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സോളിനോയിഡിന് എന്തുണ്ട്, ഒരു നോർത്ത് പോളും ഉണ്ടാവും ഒരു സൗത്ത് പോളും ഉണ്ടാവും അല്ലെ. എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും സോളിനോയിഡിന്റെ ഏത് എൻഡ് ആണ് നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഏത് എൻഡ് ആണ് സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. അപ്പൊ ഏത് എൻഡാണ് നോർത്ത് പോൾ അല്ലെങ്കിൽ ഏത് എൻഡാണ് സൗത്ത് പോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക, ഒരു ഗിവൺ എൻഡില് കറന്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ഓക്കെ, ഒരു ഗിവൺ എൻഡില് നമ്മൾ നോക്കുന്ന എൻഡില് എന്താണ് കറന്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ഓക്കെ, കറന്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് സൗത്ത് പോൾ ആണ് എന്നാണ് പറയാ. ഓക്കെ, എന്താണ് പറയാ, സൗത്ത് പോൾ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സർക്കിൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ, ഓക്കെ, കറന്റ് നമ്മൾ എന്താണ് ഒരു ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ക്ലോക്ക് വൈസ് ഇങ്ങനെയാണ് റൊട്ടേഷൻ അല്ലെ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ കറന്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഒരു എൻഡ് സൗത്ത് പോൾ ആണ് എന്നാണ് പറയാ. ഓക്കെ. നൗ വാട്ട് അബൌട്ട് നോർത്ത് പോൾ? ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെ ആലോചിക്കാം, നമ്മളൊരു എൻ എന്നുള്ള ഷേപ്പിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ, ആന്റി ക്ലോക്ക് വൈസ് ആണ്, അതായത് ഇങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ ആലോചിക്കാം. ഓക്കെ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, നോർത്ത് പോൾ ആണെന്നും ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവിടെ സൗത്ത് പോൾ ആണെന്നും ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. നൗ നമ്മൾ പറഞ്ഞു സോളിനോയിഡിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആണ് എന്ന് പറഞ്ഞു. ഇനി ഈ സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ എൻഡിലേക്ക് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം എന്താന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ, അത് സോളിനോയിഡിന്റെ എൻഡ് എത്തുമ്പോഴത്തേ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. മറ്റേത് ഭയങ്കര ക്ലോസ് ആയിരുന്നു അല്ലെ, മറ്റേ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് സോളിനോയിഡ് കേട്ടോ. നമ്മളിങ്ങനെ സിലിണ്ടറിക്കൽ ഫോമിൽ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്ന കോപ്പർ വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയറിനെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന അതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം സോളിനോയിഡിന്റെ എൻഡിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പം സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ എൻഡിലേക്ക് വരുന്നവരും കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ. നൗ ഈ സോളിനോയിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സോഫ്റ്റ് അയൺ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ.
solenoid can be used to magnetize a soft iron core. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു അയൺ കോർ ഇൻസേർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ അയൺ കോർ ഇൻസേർട്ട് ചെയ്യുക, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഈ അയൺ കോർ ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, ടെമ്പററി ആയിട്ട് അയൺ കോർ എന്തായിട്ട് മാറി? മാഗ്നറ്റ് ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിനെ കിട്ടും. ഓക്കെ, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ആവുമ്പോൾ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. ഓക്കെ, അത് ടെമ്പററി ആയിരിക്കും ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്ര മാത്രം ആലോചിച്ച് വെക്കുക, നമ്മളൊരു സോഫ്റ്റ് അയൺ കോറിനെ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സോഫ്റ്റ് അയൺ കോറിന് ആരായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും? മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യം ഒന്ന് ആലോചിച്ച് വെക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോളിനോയിഡിന്റെ ഏത് പോളാണ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാന്നുള്ളത്. ഡയറക്ഷൻ ഓഫ് ദി കറന്റ്, the front face is clockwise ആണെങ്കിൽ അവിടെ സൗത്ത് പോൾ ആയിരിക്കും. and the current flows in anti clockwise direction ആണെങ്കിലോ നമുക്കത് നോർത്ത് പോൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ കറന്റ് കൊടുക്കുകയാണെങ്കിൽ അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ നമ്മൾ അയൺ റോഡ് സോളിനോയിഡിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഓക്കെ, due to high magnetic permeability of iron. ഓർത്തിരിക്കുക, when an iron rod is inserted inside a solenoid, the magnetic field inside the solenoid increases due to the high magnetic permeability of iron. Okay, due to the increased magnetic field, the magnetic flux also increases. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സും കൂടും. അപ്പൊ നമ്മൾ ഒരു അയൺ കോർ അല്ലെങ്കിൽ ഒരു അയൺ റോഡ് സോളിനോയിഡിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടും. കാരണം എന്താണ്? ബിക്കോസ് അയണിന് ഹൈ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്, അതുകൊണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഇലക്ട്രോമാഗ്നറ്റ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റ് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഓഫ് കോയിൽസ് ഓഫ് വയർ വിത്ത് ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ ദം. മൂവിംഗ് ചാർജസ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. സോ വെൻ ദ കോയിൽസ് ഓഫ് വയർ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഹാവ് ആൻ ഇലക്ട്രിക് കറന്റ് പാസിംഗ് ത്രൂ ദം, ദ കോയിൽ ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റ്. കണ്ടോ, നിങ്ങൾ ഈ ചുറ്റിയെടുത്ത കണ്ടിട്ടില്ലേ? ഈ ഒരു ഇതിനെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് സോളിനോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോളിനോയിഡിലേക്ക് നമ്മൾ ഒരു അയൺ കോർ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പൊ അത് എന്തായിട്ട് മാറും? ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? an electromagnet is temporary in nature. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ടെമ്പററി മാഗ്നറ്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റ്. then it is made of soft iron core. അത് ഒരു വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രോമാഗ്നറ്റ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കിയുള്ളത് സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടാണ്. now the magnetic field strength can be changed. magnetic field strength നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, now an magnetic field lines are from north pole to south pole. magnetic field lines എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ്. ഓക്കെ, now an electromagnet can be easily demagnetized by switching off the current. current switch ചെയ്താൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും അല്ലെ? so easily demagnetize ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. now the polarity can be reversed. polarity നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് തിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ എന്തായി? പൊളാരിറ്റി റിവേഴ്സ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇലക്ട്രോമാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ്. then ഇലക്ട്രോമാഗ്നറ്റിനെ നമുക്ക് ഈസിലി ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക, the formula for the magnetic field of a solenoid is given by. മാഗ്നറ്റിക് ഫീൽഡിന്റെ സോളിനോയിഡ് തരുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുലയാണ്, ഇമ്പോർട്ടന്റ് ആണ്. B is equal to mu0 Ni by L. എന്താണ്? B is equal to mu0 Ni by L. what is N? it is a number of turns in a solenoid. I എന്ന് പറയുന്നത് current in the coil ആണ്. L is the length of the coil. നമുക്ക് പരിചയമില്ലാത്ത ഒരു ടേം എന്ന് പറയുന്നത് mu0 ആയിരിക്കും. ബാക്കിയൊക്കെ നമ്മൾക്ക് അറിയണതാണ് അല്ലെ? mu0 എന്ന് പറഞ്ഞാൽ എന്താണ്? mu0 നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. mu0 എന്ന് പറഞ്ഞാൽ എന്താണ്? it is the permeability of free space. okay, permeability of free space എന്ന് പറഞ്ഞാൽ എന്താണ്? it is the ability of the material to allow magnetic lines to conduct through it. അതായത് എത്രമാത്രം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഒരു സബ്സ്റ്റൻസിലൂടെ പെനിട്രേറ്റ് ചെയ്ത് വിടാൻ പറ്റും, ആ ഒരു മെഷർ. ഓക്കെ, അതിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ mu0 എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഈ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ B is equal to mu0 Ni by L. Then ഈ mu0ന്റെ വാല്യൂം കൂടെ ഓർത്തിരിക്കുക. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ടു ഹാവ് ദി എക്സാക്ട് വാല്യൂ ഓഫ് 4 pi into 10 raised to -7 Newton ampere square. ഓക്കെ, mu0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 pi into 10 raised to -7 ആണ്. നോട്ട് ചെയ്യുക, ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് സ്മോൾ n കൺസിഡർ ചെയ്യുക. സ്മോൾ n is equal to n by L എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അതാണ് ഈ സ്മോൾ n. ഓക്കെ, എന്താണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് B is equal to എങ്ങനെ എഴുതാം? mu0 small n I എന്ന് എഴുതാം. ഓക്കെ, ജസ്റ്റ് ചുരുക്കി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഈ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് n തരും. അപ്പൊ നിങ്ങൾ കുഞ്ഞ് n തരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ചിലപ്പോൾ ഈ n ആയിരിക്കും തരിക. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലംസിൽ കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്. സോ ഫോർമുല ഓർത്തിരിക്കുക. B is equal to mu0 Ni by L. mu0ന്റെ വാല്യൂ ഓർത്തിരിക്കുക. ഇറ്റ് is equal to 4 pi into 10 raised to -7 Newton per ampere square. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആംപിയർ സർക്യൂട്ടൽ ലോ ആണ്. ആംപിയർ സർക്യൂട്ടൽ ലോ എന്താണ് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇറ്റ് ഇസ് states that the line integral of magnetic field forming a closed loop around the current carrying wire in the plane normal to the current is equal to mu0 times the net current passing through the closed loop. ഓക്കെ, ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലൂപ്പിനെ നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്നാണ് പറയുക. ക്ലോസ്ഡ് ലൂപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ദ നെറ്റ് കറന്റ് പാസിംഗ് ത്രൂ ദ ക്ലോസ്ഡ് ആംപീരിയൻ ലൂപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. 6 DL, ഒരു സ്മോൾ സെഗ്മെന്റ് DL ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? mu0 ടൈംസ് ദ നെറ്റ് കറന്റ് പാസിംഗ് ത്രൂ ദ ക്ലോസ്ഡ് ലൂപ്പ്. ഇത് ഇങ്ങനത്തെ ഒരു ചിഹ്നം നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെ നമ്മൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇന്റഗ്രൽ അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. ക്ലോസ്ഡ് ലൂപ്പിന്റെ ഓവർ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ. അപ്പൊ അതാണ് ഇങ്ങനത്തെ ഒരു ഇന്റഗ്രൽ കൊടുത്തിട്ടുള്ളത്. സോ എന്താണ്? B dot DL is equal to mu0 I എന്നാണ് പറയുന്നത്. ഇതാണ് ആംപിയർ സർക്യൂട്ടൽ ലോ. ഈ എക്സ്പ്രഷൻ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് ലോ നോക്കാം. എന്താണ് ഫാരഡേന്റെ ഫസ്റ്റ് ലോ? It states that whenever the flux of magnetic field through the area bounded by a closed loop changes, an EMF is produced in the loop. As long as the flux keeps changing, the EMF is present, and that produced EMF drives an electric current through the loop. അപ്പോൾ എന്താണ് പറയുന്നത് ഫാരഡേന്റെ ഫസ്റ്റ് ലോ? Whenever there is a change in magnetic flux linked with a coil, or we can say a conductor, എന്താ സംഭവിക്കുന്നത്? And EMF will be induced. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഇൻഡ്യൂസ് ചെയ്ത EMF-നെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ആൻഡ് ഈ ഒരു EMF എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? ഒരു കറന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ കറന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറന്റ്. ഓക്കെ, ഇതാണ് ഫാരഡേസിന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം. Now, ഫാരഡേന്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നത് നോക്കാം. The second law of electromagnetic induction states that the magnitude of induced EMF is directly proportional to the time rate of change in magnetic flux linked with the circuit. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്ത EMF it is directly proportional to the time rate of change in magnetic flux linked with the circuit. Magnetic flux ന്റെ ആ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ടൈം റേറ്റിനോട് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ് സെക്കൻഡ് ലോ പറയുന്നത്. അത് നമുക്കൊരു എക്സ്പ്രഷൻ രൂപത്തിൽ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലോ എന്താണ് പറഞ്ഞത്? EMF നമുക്ക് എങ്ങനെ എടുക്കാന്നാ പറഞ്ഞത്? ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു d∅/dt ആണ്. ഓക്കെ, എപ്സിലോണിനെ വെച്ച് നമ്മൾ EMF-നെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു d∅/dt ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? EMF is equal to -d∅/dt എന്ന് എഴുതാം. ഫൈ എന്താന്ന് നമുക്ക് അറിയാം അല്ലെ? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എങ്ങനെ ഒരു നെഗറ്റീവ് സൈൻ വന്നു അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ് ലെൻസസ് ലോ. എന്താണ് ലെൻസസ് ലോ എന്ന് നോക്കാം. The direction of the electric current induced in a conductor by a changing magnetic field is such that the magnetic field created by the induced current opposes changes in the initial magnetic field. അപ്പൊ എന്താണ് പറയുന്നത്?
മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ആവുന്നത് അല്ലേ? ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതായത് ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് try to produce a current that opposes the change in magnetic flux. Okay, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ആ ഒരു ചേഞ്ചിനെ ഇല്ലാണ്ടാക്കാനാണ് ഈ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റ് ശ്രമിക്കുക. ആൻഡ് അതുകൊണ്ടാണ് ആ ഒരു ഓപ്പോസിറ്റ് എന്ന് കാണിക്കാനാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാനാണ് ഈ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തത്. ആൻഡ് ഈ ഒരു നെഗറ്റീവ് സൈൻ്റെ എക്സ്പ്ലനേഷൻ തന്നത് ആരാണ്? ലെൻസസ് ലോ പ്രകാരമാണ് നമ്മൾ ആ ഒരു നെഗറ്റീവ് സൈൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഫാരഡേസിന്റെ രണ്ട് ലോ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ ആദ്യം തന്നെ ഇലക്ട്രോളിസിസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഇലക്ട്രോളിസിസ് എന്താണ് നോക്കി, എക്സാമ്പിൾ ഒക്കെ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അവിടെ നമ്മൾ വോൾട്ടാമീറ്റർ എന്നുള്ള ഒരു ടേം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വോൾട്ട്മീറ്റർ ആയിട്ട് നമ്മൾ കൺഫ്യൂസ് ആവരുത്. വോൾട്ടാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോളിറ്റിക് ആക്ഷനിൽ എത്രമാത്രം ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന മെഷറാണ് വോൾട്ടാമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമ്മൾ ഇക്വിവാലന്റ് മാസ് അല്ലെങ്കിൽ ഇക്വിവാലന്റ് വെയിറ്റിനെ കുറിച്ച് പറഞ്ഞു. അതെങ്ങനെ കാണും എന്ന് നമ്മൾ നോക്കി അല്ലേ? ആസിഡിന്റെ കേസിൽ എങ്ങനെയാണ്, ബേസിന്റെ കേസിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫാരഡേ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഫാരഡേ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജിന്റെ ഒരു യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞു. ആൻഡ് 1 ഫാരഡേ is equal to 96,500 കുളംബ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ കുറിച്ച് പറഞ്ഞു. രണ്ട് ടൈപ്പ് ഉണ്ട് പറഞ്ഞു, വോൾട്ടേക് അല്ലെങ്കിൽ ഗാൽവനിക് സെല്ല്, പിന്നെ ഇലക്ട്രോലൈറ്റ് സെല്ല്. അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നമ്മൾ നോക്കി അല്ലെ? അതിനുശേഷം നമ്മൾ സോളിനോയിഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അവിടെ നമ്മൾ സോഫ്റ്റ് അയൺ കോറിനെ കൊണ്ടാണ് സോളിനോയിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മളൊരു സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് ഒരു അയൺ കോർ ഇൻസേർട്ട് ചെയ്താൽ നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ്, ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചു അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് ക്യാരിങ് സോളിനോയിഡ്, B is equal to mu0 Ni. കുഞ്ഞി n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. അതിനുശേഷം നമ്മൾ ആംപിയർ സർക്യൂട്ടൽ ലോയിലേക്ക് വന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലാസ്റ്റ് എന്ത് പഠിച്ചു? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചു, വിച്ച് ഇസ് അഗെയിൻ വെരി 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 ഇമ്പോർട്ടന്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോയിലിനോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ആവുന്നുണ്ട്. ആൻഡ് ആ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് ഒരു കറന്റിനെ ഇൻഡ്യൂസ് ചെയ്യും. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ പഠിക്കും. അപ്പൊ ഇത് പഠിക്കാണ്ട് ഒരിക്കലും നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണരുത്. അപ്പൊ അടുത്ത ക്ലാസ്സിന്റെ മുന്നേ എന്തായാലും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ആദ്യം ഈ ഒരു ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതുപോലെ മൂവിങ് കോയിൽ മൈക്രോഫോണിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ പ്രിൻസിപ്പിൾ നമ്മൾ ജസ്റ്റ് പേരേ പറയുള്ളൂ. അപ്പൊ നമ്മളിപ്പം ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ആയിരിക്കും അവിടെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. അത് ഏതൊരു കേട്ടിട്ട് എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് അത്രയും തറോ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓവർ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ജസ്റ്റ് എന്താന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഉറപ്പായിട്ടും പഠിച്ചിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാം. ഈ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സിൽ ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.